സമയം 7:10 കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി വിജിൻ വായാന്തോടുണ്ട്. കൊച്ചിയിൽ നിന്ന് നിധിൻ സേവറുണ്ട്. കോഴിക്കോട് നിന്ന് ടി അനീസലിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങാം. വിജിൻ വായാന്തോടാണുള്ളത്. വിജിൻ, ഗുഡ് മോർണിംഗ്. ദേശീയ പണിമുടക്ക് ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായ ആളുകൾ ബുദ്ധിമുട്ടുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരായിരിക്കും. തിരുവനന്തപുരത്താണെങ്കിൽ അവിടെ RCCയിലൊക്കെ പോകാൻ ചികിത്സയ്ക്കായി പോകുന്നവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടാവുക. അങ്ങനെ ഒരുപാട് പേർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? അങ്ങനെയുള്ളവരെ കാണാൻ കഴിഞ്ഞോ? എന്താണ് അവരൊക്കെ പറയുന്നത്? ദിവ്യ, എന്തായാലും പൊതുപണിമുടക്ക് പൂർണ്ണമാണ്. എന്നാൽ റെയിൽവേ സ്റ്റേഷൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ്. അവിടെ ട്രെയിനുകൾ എത്തുമ്പോൾ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകൾ വാഹനം ലഭിക്കാതെയൊക്കെ കൂടി നിൽക്കുന്ന കാഴ്ചയൊക്കെ ഇവിടെ കാണാൻ ഉണ്ട്. നേരത്തെ ഒരുപാട് ഓട്ടോ ടാക്സികളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്, ഈ ഭാഗം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ ഓട്ടോ ഒന്നും കാണാനില്ല. കാരണം ഇന്ന് പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചുവെങ്കിലും ഈ രാവിലെ 7 മണി വരെ ഓട്ടോ ടാക്സി സർവീസുകൾ അത് അവശ്യ സർവീസുകളായി പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ 7 മണി കഴിയുന്നു. അതോടുകൂടി ഏകദേശം ഓട്ടോകളൊക്കെ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ട്രെയിനുകളൊക്കെ രാവിലെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. എന്തായാലും ദിവ്യ സൂചിപ്പിച്ചതുപോലെ RCCയിലേക്കൊക്കെ പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകാറ്. അതിന് സാധാരണഗതിയിൽ KSRTC സർവീസുകൾ നടത്താറുണ്ട്. ഇന്ന് രാവിലെ 1-2 തവണ KSRTC സർവീസുകൾ നടത്തിയെങ്കിലും പിന്നീട് KSRTC സർവീസുകൾ ഉണ്ടായിരുന്നില്ല. RCCയിൽ നിന്ന് തന്നെ അവരുടെ ഒരു വാഹനം 2-3 തവണ ഇവിടത്തേക്ക് എത്തി ആളുകളുമായി RCCയിലേക്ക് പോകുന്ന കാഴ്ചയൊക്കെ ആ ഘട്ടത്തിൽ കണ്ടിരുന്നു. പിന്നീട് ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ പല സ്ഥലങ്ങളിലേക്കും പോകാനായി സമീപ പ്രദേശങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് പോകാനായി എത്തിയ ആളുകൾക്ക് പോലീസിന്റെ വാഹനം സൗകര്യം കൂടി ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും വലിയ പോലീസ് സന്നാഹം ഉൾപ്പെടെ ഇവിടെയുണ്ട്. നേരത്തെ തന്നെ വലിയ പ്രചാരണമൊക്കെ ഈ പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ട് സംഘടനകളൊക്കെ നടത്തിയിരുന്നു, തൊഴിലാളി സംഘടനകൾ ഒക്കെ നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറച്ച് ആളുകൾക്കൊക്കെ ഏകദേശം ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ആവശ്യമായി എത്തുന്ന ആളുകൾ മാത്രമാണ്, അത്യാവശ്യക്കാർ മാത്രമാണ് ഇന്ന് കൂടുതലായി റെയിൽവേ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റാൻഡുകളിലേക്കും ഒക്കെ എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ എല്ലാ സംഘടനകളും ഏറ്റെടുത്ത സമരം ആയതുകൊണ്ട് തന്നെ ഓട്ടോ ടാക്സി സർവീസുകളൊക്കെ അത് വളരെ പരിമിതമായി മാത്രമാണ് ഇന്നിപ്പോൾ സർവീസ് നടത്തുന്നത്. മറ്റ് ആളുകളൊന്നുമില്ല. രാവിലെ അത്യാവശ്യം വലിയ തിരക്കുണ്ടായിരുന്നെങ്കിലും പ്രധാനപ്പെട്ട ട്രെയിനുകളൊക്കെ രാവിലെ തിരിച്ച് ഇങ്ങോട്ട് എത്തിയതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഏകദേശം തിരക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് വാഹനങ്ങൾ എന്തായാലും ഈ പരിസരങ്ങളിൽ ഒക്കെ നിർത്തിയിട്ടിരുന്നു, ആളുകളെ പോകാനൊക്കെയായി. KSRTC ബസ്സുകൾ ഒന്നും തന്നെ നിലവിൽ സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ബുദ്ധിമുട്ട് എന്തായാലും ജനങ്ങൾ അനുഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പരിസരങ്ങളിൽ ഒക്കെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിലവിലിപ്പോൾ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഈ ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച പൊതുപണിമുടക്ക് അത് തിരുവനന്തപുരം നഗരത്തിൽ പ്രൈവറ്റ് വാഹനങ്ങൾ ഉൾപ്പെടെ ഓടുന്നുണ്ടെങ്കിലും തിരുവനന്തപുരം നഗരത്തിൽ പൂർണ്ണമാണ് എന്ന് തന്നെ പറയാം. കടകൾ ഒക്കെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിൽ നിന്നും എത്തിപ്പെടുന്ന ആളുകളാണ്, പല ആവശ്യങ്ങൾക്കുമായി എത്തിപ്പെടുന്ന ആളുകളാണ്. ഓഫീസ് സംവിധാനങ്ങൾ ഒന്നും ഇന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിലേക്കും മറ്റും ഒക്കെ എത്തുന്ന ആളുകൾക്ക് അവർക്ക് കൂടുതൽ ഈ ആളുകൾ ഇങ്ങോട്ട് എത്താനുള്ള സാധ്യതയില്ല. കാരണം നേരത്തെ തന്നെ പ്രഖ്യാപിച്ച പൊതുപണിമുടക്കായതുകൊണ്ട് തന്നെ എത്താനുള്ള സാധ്യതയില്ല. ചില ആംബുലൻസുകൾ ആളുകളെ കൊണ്ടുപോകാനായി ഒക്കെ എത്തുന്നുണ്ട്. RCCയിലേക്കും ഒപ്പം തന്നെ ആശുപത്രികളിലേക്കുമൊക്കെ പോകുന്ന ആളുകളെ എത്തിക്കാനായുള്ള സർവീസ് ചില ആംബുലൻസുകൾ നടത്തുന്നത്. ചില സംഘടനകളുടെ ആംബുലൻസുകളാണ് അത്തരത്തിലുള്ള സർവീസ് നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ അവർ ആളുകളെ കയറ്റുന്ന ദൃശ്യങ്ങളാണ്. നേരത്തെ കുറച്ച് സമയം മുമ്പ് ഒരു പോലീസ് വാഹനം എത്തി. ആ പോലീസ് വാഹനത്തിൽ ആളുകളെ കൊണ്ടുപോയിരുന്നു. അത് സമീപ പ്രദേശങ്ങളിലേക്കാണ്. സ്റ്റാച്യു, സെക്രട്ടേറിയറ്റ്, പാളയം മുതലായ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട അടുത്ത സ്ഥലങ്ങളിലേക്കുള്ള ഒരു ഷട്ടിൽ സർവീസായി പോലീസ് വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആംബുലൻസുകളിലേക്ക് എത്തിക്കുന്നത് ഈ ആശുപത്രിയിലേക്ക്, RCC ഉൾപ്പെടെയുള്ള ആശുപത്രിയിലേക്ക് പോകുന്ന ആളുകളെയാണ്. മറ്റ് അന്യസംസ്ഥാനത്തു നിന്നൊക്കെ എത്തിയ ആളുകളും നിലവിൽ ഇവിടെയുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ ഇങ്ങനെയൊരു പണിമുടക്ക് അത് ഇത്രയും ശക്തമായ നിലയിൽ ഉണ്ടാകും എന്നറിയാതെ എത്തിയ ആളുകളാണ്. അവരൊക്കെ ഒരു സൈഡിലൊക്കെ മാറി ഇരിക്കുകയാണ്. എന്ത് ആണ് ഇനി അവരെ എങ്ങോട്ടേക്കാണ് മാറ്റുക എന്നുള്ളതൊക്കെ പോലീസ് ഇടപെട്ട് തീരുമാനമെടുക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നേരത്തെ തന്നെ തീരുമാനിച്ച് എത്തിയ ആളുകളാണ്. പക്ഷേ അവർക്ക് ഈ പണിമുടക്ക് ഇത്ര കാര്യമായി ഒരുപക്ഷെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത്രയും ശക്തമായ നിലയിൽ പണിമുടക്ക് ബാധിക്കാൻ സാധ്യതയില്ല. കേരളത്തിലാണ് സാധാരണഗതിയിൽ പൊതുപണിമുടക്ക് ദേശീയ തലത്തിൽ തന്നെ ആഹ്വാനം ചെയ്യുമ്പോഴൊക്കെ അത് ബാധിക്കാറുള്ളത്. എന്തായാലും ലേബർ കോഡുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഇന്ത്യ-US കരാർ, വ്യാപാര കരാറുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം കർഷക സംഘടനകൾ ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഒരുപാട് പേരെ കാണാൻ കഴിയുന്നുണ്ട്. ഇവരൊക്കെ എങ്ങോട്ട് പോകാനുള്ളവരാണ്? ഇനി അവരൊക്കെ എന്ത് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്?
നിലവിലെന്തായാലും ഈ പ്രൈവറ്റ് വാഹനങ്ങൾ, അവരുമായി ബന്ധപ്പെടുന്ന പ്രൈവറ്റ് വാഹനങ്ങൾ ഒക്കെ എത്തിയിട്ടുണ്ട്. അവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ചില വാഹനങ്ങൾ വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെയുള്ള വാഹനങ്ങൾ കൂടി ഇവരെ എവിടെയാണോ പോകേണ്ടത്, അടുത്ത പ്രദേശങ്ങളിലേക്ക് ഒക്കെ പോകേണ്ട ആളുകളെയൊക്കെ അങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആശുപത്രികളിലേക്ക് പോകാൻ, RCCയിലേക്ക് പോകാൻ രാവിലെ 1-2 തവണ KSRTC സർവീസ് നടത്തിയിരുന്നു. ഒപ്പം തന്നെ RCCയിലെ വാഹനങ്ങൾ തന്നെ എത്തി സർവീസ് നടത്തുകയും ചെയ്തിരുന്നു. ഒപ്പമാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാഹനങ്ങൾ, ചില സംഘടനകളുടെ വാഹനങ്ങൾ ഉൾപ്പെടെ എത്തി അതിൽ സർവീസ് നടത്തുന്ന ഒരു രീതി ഇപ്പോൾ കണ്ടുവരുന്നത്. എന്തായാലും നിലവിൽ നേരത്തെ ഈ പ്രദേശങ്ങളിലൊക്കെ ടാക്സി സർവീസും ഒപ്പം തന്നെ ഓട്ടോയും കൂടുതലായി ഉണ്ടായിരുന്നു. 7 മണിക്ക് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത് 7 മണി വരെ അത് ഓട്ടോ ടാക്സി സർവീസുകൾ അത് അവശ്യ സർവീസുകളായി കണക്കാക്കുമെന്നുള്ളതാണ്. മറ്റ് പാല്, മരുന്ന് കടകൾ ഉൾപ്പെടെയുള്ളവയൊക്കെ പോലെ തന്നെ ടാക്സി സർവീസുകളും അത് ആവശ്യ സർവീസായി കണക്കാക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 7 മണി കഴിഞ്ഞിരിക്കുന്നു. അതോടുകൂടി ഇപ്പോൾ ഓട്ടോ സർവീസുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. നേരത്തെ പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. ചേട്ടാ എങ്ങോട്ട് പോകുന്നത്? വാഹനമുണ്ട്. ഇല്ല, ഇപ്പൊ അത് സേവാഭാരതിയുടെ ഇത് കൊണ്ടുവരാന്ന് അതിന് വെയിറ്റ് ചെയ്യാം. ആംബുലൻസ് വരുന്നു. നേരത്തെ അറിഞ്ഞിരുന്നില്ലേ? അറിഞ്ഞില്ല. ഞങ്ങൾക്ക് അന്ന് അപ്പോയിൻമെന്റ് ഉള്ള ഹോസ്പിറ്റലില്. ഞങ്ങൾ മലപ്പുറം മഞ്ചേരി. വാഹനത്തിൽ പോവാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ പോലീസ് വാഹനം പോകുന്നുണ്ട്. അതിനകത്തായാലും പേടിയില്ല. നമ്മള് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള തോന്നലുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നം